അസ്സലാമലൈക്കും റമദാൻ കരീം. ഇന്ന് ഞാനൊരു കറിയാട്ടോ ചെയ്യാൻ പോകുന്നത്. ഫിഷ് മോളി. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മളെ നെയ്ച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 500 ഗ്രാം ആവോലിയാട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഇതേ ഒരു ടൈപ്പിലുള്ള ഏത് മീനും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ആ ചെറുകിട മീനും മുള്ളുള്ള മീനല്ലാത്ത ഇത്തിരി മാംസമുള്ള മീനൊക്കെ യൂസ് ചെയ്യാം, നെയ്മീനും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതാ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും ഇത് മൂന്നും മാത്രം ചേർത്തിട്ട് ഒന്ന് മസാല പുരട്ടിച്ചാണ്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഇത് ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്, അല്ലേ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതാ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രൈ ചെയ്തിട്ട് ഇതേ ഓയിലിൽ തന്നെ നമ്മൾ കറി വെക്കുന്നു, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് ജസ്റ്റ് മീനിട്ടിട്ട് 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം. ഞാനെല്ലാം ഒന്ന് പൊരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു സോസ് പാൻ വെച്ച് അതിൽ നിന്ന് തന്നെ നമ്മൾ മീൻ പൊരിച്ച് അതേ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 10 മണി ഉലുവ ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? അതാ ഒരു സവാള കേട്ടോ. ഒരു അത്യാവശ്യം വലുപ്പമുള്ള, വലിയതല്ല എന്നാലും വലുപ്പമുണ്ട്. അതേപോലെ ഇതാ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കേ. ഇവിടെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഉള്ളി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നന്നായി വാടി മുരിഞ്ഞോണം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി കുറച്ച് മതി, മീനല്ലേ. ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചും 2 ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെ ഒരു 7 പച്ചമുളക്. ആ എരിവിനനുസരിച്ച് ചേർക്കുക. എരിവ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, പച്ചമുളക്. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഉള്ളിൻ്റെ കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് കാട്ടി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് പച്ചമണം മാറിയതിന് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുകയാണ്. 3/4 തന്നെ അല്ല, ആ ഒരു ഇതിൽ ചേർത്താൽ മതി. 500 ഗ്രാം മീനാട്ടോ എടുത്തത്. ഒന്ന് പച്ചമണം ഇതിലൊന്ന് ഇതാകട്ടെ. ഈ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണേ, അതേ കരിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ, അതായത് ഒരു വലിയ തേങ്ങൻ്റെ പകുതി തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പാൽ ഞാൻ മാറ്റിയിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് എടുത്ത പാൽ, അതാണ് 2-ാം പാൽ. അത് ഒരു 2.5 കപ്പോളം ഉണ്ട് കേട്ടോ. 2 കപ്പോളം വെള്ളം ചേർത്ത് അരച്ച് നമ്മുടെ 2-ാം പാൽ ഈ മസാലയായി ചേർന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മീനിൻ്റെ തലഭാഗം അതിൻ്റെ വാലിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർക്കുക. കാരണം നമ്മൾ പൊരിച്ചടിച്ച മീൻ ലാസ്റ്റിലേക്കാണ് ചേർക്കുക. അപ്പോൾ ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. തലേൻ്റെ കൊട്ട് പീസൊക്കെ അല്ലേ, അങ്ങനത്തെ ഒരു ചെറിയ 4 പീസ് ഒന്ന് ചേർത്ത്. ഇനി അതൊന്ന് ഈ 2-ാം പാലിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് അടിച്ച് വെച്ച് വേവിക്കുക. ഞാനൊരു 5-6 മിനിറ്റ് ഈ മസാലയും സെക്കൻഡ് പാലും പിന്നെ മീനൊക്കെ ഒന്ന് വെന്തുണ്ടേ. ഞാനിത് നമ്മളെ മീനില്ലേ ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. വളരെ എളുപ്പം, ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മളെ നൂൽപ്പിട്ട് അപ്പത്തിലൊക്കെ കൂടെ അത് കഴിക്കാൻ. ഇനിയില്ലേ നമുക്ക് ഇതാ ഞാൻ അണ്ടിപ്പരിപ്പ് ഒരു 10 അണ്ടിപ്പരിപ്പുണ്ടേ. അത് ഞാൻ കുതിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്ത് തിളപ്പിച്ച് കുറച്ച് വെള്ളത്തിൽ എന്നിട്ട് തണുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അല്ലാണ്ട് ബോയിൽ ചെയ്യാതെ ചെയ്ത ഒരു കൊഴുപ്പായിരിക്കും. ഇതിൽ വെച്ചാൽ അതുണ്ടാവില്ല. എങ്ങനെ എന്താണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു വിധം വെന്തുണ്ട്. ആ സമയത്ത് ഇതാട്ടോ, ഇതൊന്നൊന്ന് തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഒരു ചെറിയ തക്കാളി കുഞ്ഞതാക്കി മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് എരിവൊക്കെ നോക്കുക. ആദ്യം ഇട്ട എരിവ് കുറവാന്ന് തോന്നുകയാണേ. തക്കാളിൻ്റെ കൂടെ ഇലിപ്പം നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കില്ല. ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവില്ലാന്ന് തോന്നുകയാണെങ്കിൽ
ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്നാം പാലാണ് അരമുറി തേങ്ങയുടെ ഫസ്റ്റ് പാല് മിക്സിയിൽ ഒതുക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് പിഴിഞ്ഞെടുത്ത പാല് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മീൻ പൊടിഞ്ഞു വരുതേ, പൊടിഞ്ഞു പോവാതിരിക്കാനാട്ടോ ഞാൻ പൊരിച്ചിട്ട് ചേർക്കുന്ന. അപ്പോൾ ഒരു ടേസ്റ്റുമാണ്. എന്താ ഞാൻ ഇനി ജസ്റ്റ് സൈഡിൽ നിന്ന് തള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ചെറിയ തള സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്താൽ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വറവിട്ടാൽ മാത്രം മതി. നമ്മൾ ഫിഷ് മോളി ഇവിടെ റെഡി. ഇനി നമുക്ക് വറുത്ത് കോരട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് ഇനി ഞാനുണ്ടല്ലോ നേരത്തെ ആ പൊരിച്ചയിൽ നിന്നുള്ള വെളിച്ചെണ്ണ ഇത്തിരി ഉണ്ടായും അതും എടുത്തിട്ട് ബാക്കി കുറച്ചുകൂടി മൊത്തം ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഒരു 4-5 ചെറിയുള്ളി ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കുകയാണേ. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ എന്താ ഒരിത്തിരി ഇപ്പം പറയുമ്പോൾ തന്നെ ഒരിത്തിരി മല്ലിയില, ഇത്തിരി കരിവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ചെറിയുള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർക്കുകയും ചെയ്യാം. ഓഫ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി കേട്ടോ, അല്ലേ കരിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മൾ ഫിഷ് മോളില്ലേ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേ. നമ്മുടെ ഫിഷ് മോൾ ഇവിടെ റെഡി കേട്ടോ. ഈ വറവൊക്കെ ഒന്നില്ല, എല്ലാ സൈഡിലേക്കും മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. ഈ നമ്മുടെ നെയ്ച്ചോറൊക്കെ അല്ലേ, നെയ്ച്ചോറിന് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഇതുപോലത്തെ ഒക്കത്തിനും കേട്ടോ. അപ്പം എന്നും പറയുന്നത് പോലെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.